അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനാഘോഷത്തിന് തെളിവുകൾ എന്ന നിലക്ക് കുറേ ഉസ്താദുമാർ പലവരും പലതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞത് നമ്മുടെ തിർമിദിയിലെ 3616 ഹദീസ്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ ഈ സഹാബിമാരിങ്ങനെ ഓരോ നബിമാരുടെയും പദവികളും പ്രത്യേകതകളും പറയാണ്. 1 ഇബ്രാഹിം അലൈഹിസ്സലാം, 2 മൂസ അലൈഹിസ്സലാം, 3 ഈസാ അലൈഹിസ്സലാം, 4 ആദം അലൈഹിസ്സലാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞൊക്കെ കേട്ടു. അപ്പോൾ അതൊക്കെ ശരിയാണ്. ഞാനാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബാണ്, കൊടി അന്ത്യനാളിൽ പിടിക്കുന്ന ആളാണ്, ആദ്യത്തെ ഷാഫിയും ആദ്യത്തെ മുഷഫവുമാണ്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് മുഴുവൻ വായിച്ചു നോക്കിയാൽ അതിൽ മൗലീദുണ്ടോ? ഇല്ല. നബിദിനാഘോഷമുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്. ഈ ഹദീസ് ളഈഫാണ്, അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? കുറേ തെളിവുകളൊന്നും ആവശ്യമില്ല, ഒരൊറ്റ തെളിവ് കിട്ടിയാൽ മതി. പക്ഷെ തെളിയണം. തെളിവ് എന്ന് പറഞ്ഞാൽ തെളിയലാണ്. ഒന്ന്, സ്വലാത്ത്. നബിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യണം. അതിന് തർക്കമില്ലല്ലോ. അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് സ്വലാത്ത് ചെയ്യാൻ. അത് റബീഉൽ അവ്വൽ 12-നാണോ? അല്ല, ആഷൂറ രണ്ടാമത്തത്. അതെന്താണ്? മൂസ അലൈഹിസ്സലാം രക്ഷപ്പെടുകയും ഫിർഔൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ദിവസമാണ്. അതിനെന്താ? അന്നെന്താ ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കുക. 3, ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം വീട്ടിൽ ആടിനിറക്കുമ്പോൾ ഖദീജ ബീവിയുടെ ചങ്ങാതിച്ചികൾക്ക് കൊടുത്തേക്കാൻ പറയും. ശരിയാണ്. ഒന്നിലധികം ഭാര്യമാരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മരിച്ചുപോയ ഭാര്യമാർ മരിച്ചുപോയവർ ശ്രദ്ധിക്കുക. വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സ്ത്രീകളുടെ ചങ്ങാതിച്ചികൾക്ക് കൊടുത്തേക്കണം. ബാപ്പ മരിച്ചാൽ ബാപ്പയുടെ സ്നേഹിതന്മാരെ പ്രത്യേകമായി ബഹുമാനിക്കണം. ഇതിൽ തർക്കമില്ലല്ലോ. ഇല്ല. ഇതിലെവിടെയാണ് നബിദിനാഘോഷം? ഇല്ല. 4, അഖീഖ. തെളിവായിട്ട് പറഞ്ഞതാണ്. എന്താ അഖീഖ? ഒരു കുട്ടി ജനിച്ചാൽ 7ാമത്തെ ദിവസം ആ കുട്ടിക്ക് വേണ്ടി, ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെയും പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും അറക്കണം. മുടി കളയണം, മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യണം, ചേലാകർമ്മം ചെയ്യണം, പേരിടണം. ഇതിലെവിടെയെങ്കിലും നബിദിനാഘോഷമുണ്ടോ? ഇല്ല. 5, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിനന്ദിച്ചുകൊണ്ട് പാട്ടുപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് കൊടുത്തു. എപ്പോഴാണ് പുതപ്പിട്ട് കൊടുത്തത്? പുതപ്പിട്ട് കൊടുത്തത് സാധാരണ മദ്ഹൊന്നും പറഞ്ഞപ്പോഴല്ല. എന്താണ്? എന്നെ കൊല്ലാൻ തിരുനബി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു എന്ന ഭാഗം എത്തിയപ്പോഴാണ് പുതപ്പിട്ട് കൊടുത്തത്. അപ്പം എന്താ ചങ്ങാതിമാരെ, അതാണോ മദ്ഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന, നിഷേധിച്ചിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കവയ്യാഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു. ആ കഅബാണ് ഇവിടെ മുണ്ടിട്ടിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ശുപാർശയിൽ മദീന മസ്ജിദിൽ വരുന്നത്. അപ്പം ഈ ഭാഗം എത്തിയപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമെന്ത്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ കഅബാണ് എന്ന്. അപ്പോൾ കൊല്ലാനൊരുങ്ങും. കൊല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഷോൾ ഇട്ട് കൊടുത്തു. മദ്ഹ് ആണെങ്കിൽ, മദ്ഹിന് തെളിവായിട്ട് ധരിക്കുകയാണെങ്കിൽ മദ്ഹിൻ്റെ പാട്ടുകൾ ബാനത്തു സുആദു കുറേ ഉണ്ടായില്. ബാനത്തു സുആദു ഫഖൽബിൽ യൗമ തുടങ്ങിയിട്ട് സുആദു എന്ന എൻ്റെ കാമുകി പോയി തുടങ്ങിയ തുടക്കമൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ശരി, ഏതായാലും ഇതിൽ എവിടെ നബിദിനാഘോഷം? ഇല്ല. 7, സമസ്ത പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ശരിക്ക് പാലിച്ചിരുന്ന ആൾക്കാരാണ് ഉണ്ടായത്. പിന്നെ അതിൽ നിന്നൊക്കെ പോയപ്പോൾ
ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യമായി വന്നപ്പോൾ നബിദിനാഘോഷം വന്നു എന്നാണ്. ഇതിലെവിടെ നബിദിനാഘോഷം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ, സഹാബത്ത് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ എന്താ വേണ്ടത്? അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ? അത് എന്നാണ് വേണ്ടത്? 365 ദിവസവുമാണ്. റബീഉൽ അവ്വൽ 12-ാം തീയതി മാത്രമുള്ളൊരു പരിപാടിയാണോ? അല്ല. അതുകൊണ്ടൊരു കൊല്ലം നീണ്ടു നിൽക്കുമോ? ഇല്ല. പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും വാള് പറയാം, എല്ലാ ദിവസവും ക്ലാസ് എടുക്കാം. വെള്ളിയാഴ്ച ജുമായുണ്ട്. വെള്ളിയാഴ്ച ജുമായിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഇവിടെ സമ്മേളനങ്ങളും സദസ്സുകളൊക്കെ നടക്കുന്നില്ലേ? ഉണ്ട്. ഒരുപാട് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വിധേയത്ത് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ? ഇല്ല, സുന്നത്ത് തന്നെ മതി അല്ലേ? ഇതിലെവിടെയാണ് നബിദിനാഘോഷം വന്നത്? ഇല്ല. പിന്നെ ഹസ്സാൻ ഇബ്നു സാബിത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഠം ഒരുക്കി കൊടുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ. കുഴപ്പമില്ല. റബീഉൽ അവ്വൽ 12 അത്? നബിദിനാഘോഷമാണത്? അല്ല. അപ്പോൾ 8 9ാമത്തേത് സവാദ് റളിയല്ലാഹു അൻഹുവിന് പാട്ട് പാടാൻ അനുവാദം കൊടുത്തു. കുഴപ്പമില്ല, പാട്ട് പാടുന്നതിന് യാതൊരു കുഴപ്പമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെന്താണ്? ഇല്ലാത്തത് പറയരുത്, ഉള്ളത് തന്നെ പറയാൻ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇവിടെ നബിദിനാഘോഷം എവിടെ? ശരി. പിന്നെ ഇമാം സുയൂത്തി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ശരി, 3 ആൾക്കാർ പ്രധാനമായും നബിദിനാഘോഷത്തെക്കുറിച്ച് അതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെല്ലാം എന്താണ്? അത് നബിൻ്റെ കാലത്ത് ഇല്ലാത്തത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത്. അപ്പം ഇല്ലാത്തതാണ് എന്നുള്ളത് വ്യക്തമാണ് അല്ലേ? ഏതായാലും ഒരു 5-ാം നൂറ്റാണ്ടിൽ ആണ് ആദ്യമായി ചില കിതാബുകളിലൊക്കെ നബിദിനാഘോഷത്തെക്കുറിച്ച് വരുന്നത് തന്നെ. അതിന് മുമ്പൊന്നുമില്ല. ഹിജറ 630 കേട്ടാ, ഹിജറ 630 വഫാത്തായ പിന്നെ ഫലസ്തീനിലെ അക്ക പട്ടണത്തിൽ വെച്ച് വഫാത്തായ ഇർബൽ രാജാവ് ആണ് ഇത് ആദ്യമായി തുടങ്ങിയത് എന്ന് അൽ ഹാവിലിൽ ഫത്താവയിൽ 1-ാം വാള്യം 189-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. നബിദിനാഘോഷം അടിസ്ഥാനപരമായി തന്നെ ബിദ്അത്താണ്. 3 നൂറ്റാണ്ടിലെ സലഫു സാലിഹിൽപ്പെട്ട ആരിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി തന്നെ റഹിമഹുല്ല പറയുന്നുണ്ട്. 1-ാം വാള്യം 196-ാമത്തെ പേജ് അൽ ഹാവിലിൽ ഫത്താവ അല്ലേ? അപ്പോൾ ഇത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇമാം സുയൂത്തി റഹിമഹുല്ല, ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല, ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ല, ഇവരൊക്കെ വളരെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മതപണ്ഡിതന്മാരാണ്. അവരാണിതൊക്കെ പറയുന്നത്. അപ്പോൾ പറയേണ്ടത് ആരാണ്? അള്ളാഹു പറയണം, റസൂല് പറയണം. അപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വലാത്ത് ചെയ്യാനാണ്. ഓക്കെ, സ്വലാത്ത് ചെയ്യണം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നുണ്ട് ഖുർആനിൽ. അപ്പം എന്ത് വേണം? മദ്ഹ് പറയണം. ആ ആയത്തുകളിലുള്ളത് എന്താണ്? മദ്ഹാണ്, നമ്മളത് പറയണം. ഇവിടെ തെളിയേണ്ടത് നിസ്കാരം 5 നേരം, ഇവിടെ തെളിയേണ്ടത് ആയത്തുൽ ഹദീസിലുമാണ്. അത് സലവാത്തു 5 5 നേരം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? ശഹ്റു റമളാൻ നോമ്പ് വിൽക്കണം, ആത്തു സക്കാത്ത് കൊടുക്കണം, പിന്നെയോ ഹിജ്ജുൽ ബൈത്ത് ഹജ്ജ് ചെയ്യണം. ഇതൊക്കെ കിതാബുള്ള സലാം പറയൽ, മടക്കൽ, സുജൂദ്, റുക്കൂ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ എല്ലാം തെളിവുള്ളതാണ്. അതൊക്കെ അതാണ് പറഞ്ഞാൽ മതി. എന്നാണ് ആശുറാവ്? മുഹറം 10-നാണ്. എന്നാണ് താസുആവ്? മുഹറം 9-നാണ്. എന്നാണ് അറഫ? ദുൽഹിജ്ജ 9-നാണ്. എന്നാണ് ചെറിയ പെരുന്നാൾ? ശവ്വാൽ 1-നാണ്. എന്നാണ് വലിയ പെരുന്നാൾ? ദുൽഹിജ്ജ 10-നാണ്. ഇങ്ങനെയെല്ലാം കൃത്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? അതാണ് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു. അതെന്താ? സമസ്ത ഉസ്താദുമാരെ, നിങ്ങളൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജന്മദിനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അത് മുസ്ലിമിലെ 1162-ാമത്തെ ഹദീസാണ്. അതെന്താണ്? ദാലിക യൗമുൻ ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ്. ഉബുഇസ്തു ഫീഹി, ഞാൻ നബിയാക്കപ്പെട്ട ദിവസമാണ്. ഉൻസില അലയ്യ ഫീഹി, ഖുർആൻ ഇറക്കപ്പെട്ട ദിവസമാണ്. അപ്പം എന്താ സംഭവം? നബി ജനിച്ച ദിവസം എന്നൊന്നുണ്ടോ? ഉണ്ട്. അതെന്താണ്? അത് തിങ്കളാഴ്ചയാണ്. അതാരാ പറഞ്ഞത്? റസൂലാണ് പറഞ്ഞത്.
ഇതല്ലേ ഉസ്താദുമാരെ നമ്മൾ ജനങ്ങളോട് പറയേണ്ടത്? ആണ്. അത് പറയാത്ത എന്തായി? ഒരു ദിവസമല്ല, 53 ദിവസം. കൊല്ലത്തിൽ 53 ദിവസം തിങ്കളാഴ്ച ഉണ്ട്. അപ്പോൾ ആ 53 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആചാരമാണ്. അതെന്താണ്? ആചരണമാണ്. അതെന്താ? നോമ്പെടുക്കലാണ്, പട്ടിണി കിടക്കലാണ്. അപ്പോൾ ഈ 53 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഓർമ്മ വരുന്ന രംഗമാണ് ആ തിങ്കളാഴ്ച. തിങ്കളാഴ്ചക്ക് 6 പ്രത്യേകതകളുണ്ട്. 1, ജനിച്ചു. 2, നബിയായി. 3, ഖുർആൻ കിട്ടി. 4, മുസ്ലിമിലെ 2565 ഹദീസ്, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. 5, മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. 6, ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും അന്ന് പൊതുമാപ്പ് നൽകും. 6 പ്രത്യേകതകളാണ് തിങ്കളാഴ്ചക്കുള്ളത്. അപ്പം തിങ്കളാഴ്ച അങ്ങനെ 53 വരുമ്പോൾ 53 നോമ്പ് കിട്ടി, സുന്നത്ത് നോമ്പ് കിട്ടി. ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് അതല്ലേ ജനങ്ങളോട് പറയേണ്ടത്? ഒരു ദിവസത്തെ കാര്യമാണോ? അല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞു. ഇനി ജന്മദിനത്തെക്കുറിച്ച് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതുണ്ടല്ലോ. അതാ 1, സക്കരിയ അലൈഹിസ്സലാമിൻ്റെ മോൻ യഹ്യ അലൈഹിസ്സലാം, വസലാമുൻ അലൈഹി യൗമ വുലിദ, അദ്ദേഹം ജനിച്ച ദിവസം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സമാധാനം. സൂറത്ത് മറിയം 15-ാമത്തെ ആയത്ത്. 2, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം എൻ്റെ മേൽ സമാധാനം. മറിയം 33-ാമത്തെ ആയത്തിൽ. ഈസാ അലൈഹി സ്വലാമിൻ്റെ ജന്മദിനം. അപ്പം ഈസാ നബിൻ്റെ ജന്മദിനത്തെക്കുറിച്ച്, ജനിച്ച ദിനക്കുറിച്ച്, ജനിച്ച ദിവസത്തെക്കുറിച്ച് ഖുർആൻ പറയാണ്. എന്നിട്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ പേരിലുള്ള അനുയായികളായ അറബികളായ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഇന്നും ആഘോഷിക്കുന്നു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചോ? ഇല്ല. സഹാബത്ത് ആഘോഷിച്ചോ? ഇല്ല. നിങ്ങളാരെങ്കിലും ആഘോഷിക്കുന്നുണ്ടോ? ഇത് തെളിവുള്ളതാണ്. ഇത് തെളിവുള്ള എന്ത്? ഞാൻ ജനിച്ച ദിവസം എന്ന്. ഇനി രണ്ടാമത്തത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്ന് നബി പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ ജനങ്ങളോട് പറയും. അത് സുന്നത്തല്ലേ, എല്ലാവർക്കും പകർത്താൻ പറ്റുമല്ലോ. അതിന് പൈസയൊന്നും ചിലവില്ല. അതിന് ആനയും അമ്പാരിയും ചെണ്ടയും കൊട്ടയും 313 ചെമ്പും 1500 മെഴുകുതിരിയും ചന്ദനത്തിരിയും അല്ലെങ്കിൽ മറ്റ് പത്തിരിയും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സമസ്ത സഹോദരങ്ങളോട്, ഉസ്താദുമാരോട് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ നിങ്ങളത് പറഞ്ഞു കൊടുക്കിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അത് പറഞ്ഞു കൊടുക്കിൻ. അപ്പോൾ സഹാബത്ത് പറഞ്ഞതെന്താ അത് പറഞ്ഞു കൊടുക്കിൻ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് ചെയ്തത്? അവിടുന്ന് വഫാത്തായി. എന്താ സഹാബത്ത് ചെയ്തത്? അന്ന് സഹാബത്തൊക്കെ പൊട്ടിക്കരഞ്ഞു. അത് സത്യമല്ലേ? ആണോ? അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12-ആണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. ഇത് രണ്ടും മഹാസത്യമാണ്. ഈ സത്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അനാചാരങ്ങളിൽ നമുക്ക് വിട്ടുനിൽക്കാം. അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്ത ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഒക്കെ ഇസ്തിഗാസ ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ വന്നിട്ട് ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ന്യായത്തിൻ്റെ, നീതിയുടെ, ധർമ്മത്തിൻ്റെ കാഹളം മുഴക്കി അവിടുന്ന് അള്ളാഹുവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. റബ്ബി റബ്ബന അള്ളാഹുമ്മ എന്ന് മാത്രമായി പഠിപ്പിച്ചു. അപ്പോൾ എല്ലാ മനുഷ്യരും ഒന്നാകാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായി. ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമുക്ക് പരിപൂർണമായും കടന്നു വരാം. നബി ജീവിതത്തെ പരിപൂർണമായി മനസ്സിലാക്കി കഴിയുന്നത്ര നബി ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രചരിപ്പിച്ച് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാകാൻ ശ്രമിക്കാം. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെന്താണ്? നദറല്ലാഹു റഅൻ സമിഅ മഖാലതി, എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് അത് മനഃപ്പാഠമാക്കിയിട്ട് അങ്ങനെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അള്ളാഹു മുഖം പ്രസന്നമാക്കി കൊടുക്കുമെന്ന അബൂദാവൂദിലെ 3660 ഹദീസ്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായ ആയത്തുകളും ഹദീസുകളും, ഓരോ വിഷയത്തിലുമുള്ള ആയത്തുകളും ഹദീസുകളും ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പാകത്തിൽ നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ മൊബൈലിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറച്ചു തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഉപദേശമുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബല്ലിഗൂ അന്നീ വലൗ ആയത്തൻ,
ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു അക്ബർ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഓരോ ആയത്ത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 140 കോടി മാപ്പിളാരുണ്ട്. 140 കോടി മനുഷ്യന്മാർക്ക് ഒരു ദിവസം ഒരായത്തെത്തും, അടുത്ത ദിവസം അടുത്ത ആയത്ത്, അങ്ങനെ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ, ഈമാനോടും തൗബയോടും കൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. മഴ പെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരമുള്ള മഴയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.